ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു അടിപൊളി പൊറോട്ട റോളാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ പൊറോട്ട റോളെന്ന് പറയുമ്പോൾ പൊറോട്ട ഇല്ലാത്തവർക്ക് ചപ്പാത്തി വെച്ചും ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പൊറോട്ടയുടെ കൂടെയാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ്. നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. ഇതും വളരെ ലൈറ്റായിട്ടാണ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. വേറൊരാവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ച ചിക്കനായിരുന്നു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് നോക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ കാണുന്ന പോലെ നല്ലോണം മൊരിയിച്ച് പൊരിച്ചെടുക്കുക. വളരെ കുറഞ്ഞ ഓയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാം പൊരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഒരു പൊറോട്ടയാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ള അതേ ഓയിലിലേക്ക് ബാക്കി കുറച്ച് ഓയിലുണ്ടായിരുന്നു. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് സവാള. അപ്പോൾ നമ്മൾ ക്യാരറ്റിനൊപ്പം സവാളയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴാണ് നമ്മൾ സവാള ചേർക്കേണ്ടത്. എന്നിട്ട് സവാള ചേർത്തതിന് ശേഷം ഒരു 2 നുള്ളു കുരുമുളകും 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ കാരമലൈസ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തതും ഈ കാരമലൈസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ബട്ടറിൽ ചെയ്താൽ കുറച്ചും കൂടിയും യമ്മി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേയും ഉണ്ടാക്കിയതാണ്. അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് മാറ്റിയതിന് ശേഷം പൊറോട്ട എടുക്കുക. പൊറോട്ടയിലേക്ക് ഞാനിപ്പം ചേർക്കുന്നത് ചില്ലി ടൊമാറ്റോ സോസാണ്. അപ്പോൾ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സായി വരുന്ന ഒരു സോസാണ്. അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ടൊമാറ്റോ സോസ് ആണുള്ളത് വെച്ചാൽ അത് ചേർത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെറിയൊരു സ്പൈസി ആണ്, ലൈറ്റായിട്ടൊരു സ്പൈസ് ഉണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ഇനി നമ്മളത് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചിക്കൻ ലോഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ ചങ്കി പീസസായിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസ്റ്റേർഡ് സോസാണ് ആഡ് ചെയ്ത് കൊടുക്കണത്. ഉള്ളവരും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരും മസ്റ്റായിട്ട് ചേർക്കണം മസ്റ്റേർഡ് സോസ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും കൂടി മസ്റ്റേർഡ് സോസ് ഇടുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ ഉള്ളവർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയും നന്നായി വാട്ടിയത് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അടിപൊളി സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള റോള് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊറോട്ടയും ചൂടാറിപ്പോയപ്പോൾ ഞാനിതൊന്ന് ആവി കയറ്റി. എന്ത് വന്നിട്ടാണെങ്കിലും എനിക്ക് ഈ പൊറോട്ട റോൾ ചെയ്യാൻ പറ്റുന്നില്ല, അടിപൊളിഞ്ഞ് പോരുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഈ പൊറോട്ടയൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.